എന്തുവാ ഇന്നത്തെ സന്ദേശം? ഇന്നത്തെ സന്ദേശം എന്ന് ചോദിച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യം മൊത്തത്തിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരാം. യു ഓൾ വിൽ അഗ്രി വിത്ത് മീ. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നിങ്ങളെല്ലാവരും എന്നോട് അഗ്രി ചെയ്യും. ഇവിടെ ലോകത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കോളേജിലേക്ക് ചെല്ലുമ്പം അവിടെ വേറൊരു സെറ്റിങ്ങാണ്, വേറൊരു സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ ചർച്ച വരുമ്പം ഇവിടെയുള്ള പാസ്റ്ററും മറ്റുള്ള ശുശ്രൂഷകരെല്ലാം പറയുന്ന കാര്യം അല്ല. എവിടെ കോളേജിലെ രീതി ഇവിടുത്തെ പോലാണോ? അല്ല. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇവിടെ പറയുന്ന പോലാണോ? അല്ല. ഒരു ഡിഫറെൻറ്റ് കൾച്ചർ പുറത്തുണ്ട്. ഓക്കെ, നല്ല ഡിഫറൻസ് ഉള്ള ഒരു കൾച്ചർ പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ ചിന്തിക്കുന്നത് പുറത്ത് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ അവരെന്ത് പറയും? എന്തടാ നീ പറയുന്നത്? അവർ വലിയ കാര്യമായിട്ട് പറഞ്ഞു വരുന്നത് നമ്മൾ ചിന്തിക്കും, ഓ ഇതായിരുന്നോ ഇത്ര വലിയ. ഇപ്പം അത് ഫോർ എക്സാമ്പിൾ ലൈഫിൽ സക്സസ് അല്ലെങ്കിൽ വലിയൊരു കാര്യം നേടി ഒരു അക്കംപ്ലിഷ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് എന്തുമായിരിക്കും? അവർ കാണുന്നത് ഒന്ന്, നമ്മൾ കാണുന്നത് ഒന്ന്. ഇതിനകത്തിലെ അബദ്ധം കൂടി ഞാൻ ആദ്യം പറയാം. സ്ലോലി എന്തോ പറ്റിയെന്നറിയോ? നമ്മൾ നമ്മുടെ സിസ്റ്റം മറന്നിട്ട് അറിയാതെ ഏത് സിസ്റ്റത്തിലായി? ആ കോളേജിൽ അല്ലെങ്കിൽ അവിടെ പുറത്തുള്ള വേൾഡിൻ്റെ സിസ്റ്റമായി. ആർക്ക്? നമുക്കറിയാതെ സംഭവിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം അത് നമ്മൾ ഇന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. വി വിൽ ജസ്റ്റ് ഇവാലുവേറ്റ് അവർ ലൈഫ്. അതേപോലെ എന്നെ കേൾക്കുന്ന പ്രായത്തിൽ മുതിർന്ന മാതാപിതാക്കൾ എല്ലാവരും ഉണ്ട്. ഞാൻ നിങ്ങളെ വളരെ ബഹുമാനത്തോടെ ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തിനാണെന്നറിയോ? ഇത്രയും വർഷം നമ്മൾ ജീവിച്ചില്ലേ, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ലൈഫ് കൊണ്ട് ഡിഡ് ഐ ഫുൾഫിൽ ഗോഡ്സ് പ്ലാൻ? ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറിയോ? ഡിഡ് ഐ ലീവ് എ മീനിങ് ഫുൾ ലൈഫ്? അർത്ഥമുള്ള പ്രയോജനമുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിച്ചേ എന്ന് പ്രായമുള്ളവർ ചോദന ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യൗവനക്കാർക്ക് യു ഹാവ് എ ലൈഫ് അഹെഡ്. സോ ലെറ്റ് ദിസ് മെസ്സേജ് ഹെൽപ്പ് യു ടു സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ പറയുക ലൈഫിലെ, എനിക്ക് ഏതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ സ്കൂളിലെ ഒരു രീതിയിൽ പറയാം, നാളെ നമുക്ക് കെമിസ്ട്രിക്കും എക്സാം ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, ബയോളജിക്കും ടെസ്റ്റ് ഉണ്ട്, മാത്തമാറ്റിക്സിനും ടെസ്റ്റ് ഉണ്ടെന്ന് ഓർക്കുക. എക്സാമ്പിളാണ്. അപ്പോൾ ഏതാദ്യം പഠിക്കും? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കെമിസ്ട്രി പഠിക്കാം. കെമിസ്ട്രി പഠിച്ചു തുടങ്ങും. കെമിസ്ട്രി പിന്നെ പഠിക്കാം. ആദ്യം ഏത് പഠിക്കാം? മാത്സ് അല്ലേ? ആദ്യം മാത്സ് തുടങ്ങും. നമ്മൾ ചിന്തിക്കുക എന്ത് പഠിക്കാം? ഇതെല്ലാം ചോദിക്കുക. എന്നാൽ കുറച്ച് നേരം ബൈബിൾ വായിക്കാം. ടെസ്റ്റിന് ചിലപ്പോൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ ഇത് എളുപ്പം നടക്കുമെന്ന് ഓർത്ത് പിന്നെ അവസാനം ഒരു സമയം കഴിയാറാകുമ്പോൾ നമ്മൾ സത്യത്തിൽ എങ്ങും എത്താറില്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അത് ഞാനൊരു സില്ലി എക്സാമ്പിളായിട്ട് നിങ്ങളോട് പറയുമ്പം ലൈഫിലുള്ള എല്ലാ മേഖലയിലും ഇത് തന്നെ. എന്ന് പറഞ്ഞാൽ ഏതാ എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയത്തില്ല. ഇപ്പം ഇന്ന് വൈകിട്ട് യൂത്ത് ഇമ്പാക്റ്റ് ഇവിടെ നടക്കുക. സത്യത്തിൽ ഇന്ന് ഞാൻ യൂത്ത് ഇമ്പാക്റ്റിന് പോകണോ, അതോ ഓൺലൈൻ ക്ലാസ്സിൽ കയറണോ, അതോ ക്ലാസ്സും ബങ്ക് ചെയ്തിട്ട് നാളത്തേക്കുള്ള അസൈൻമെൻറ്റ് എഴുതണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. നിങ്ങൾക്കും ഉണ്ടാകാം. ഹോംവർക്ക് ചെയ്യണോ അതോ പഠിക്കണോ, പല കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇന്ന് മേ ദിസ് മെസ്സേജ് ഹെൽപ്പ് യു ടു സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ്. ജീവിതത്തിലെ പ്രയോറിറ്റികൾ എങ്ങനെയാണ് ജീവിതം അടുക്കിന് ഓർഡറായിട്ട് വെക്കേണ്ടത് എന്ന് ദൈവം ഈ സന്ദേശത്താൽ നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ഇത് സന്ദേശം പറയുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ പറയാം, ഞാൻ ഈ സന്ദേശം പറയുന്നത് ഇത് ഒരു പക്ഷെങ്കിൽ പിന്നീട് പലത് കേൾക്കുമായിരിക്കും. ഞാനിത് പറയുന്നത് ക്രിസ്തീയ യൗവനക്കാരോടാണ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന യൗവനക്കാരോടാണ്. ഐ ബിലീവ് ഓൾ ഓഫ് യു ആർ ക്രിസ്ത്യൻ യൂത്ത്സ് ആൻഡ് ദെയർഫോർ ഐ ബേസ് മൈ മെസ്സേജ് ഇൻ ദ ബൈബിൾ. ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ സിസ്റ്റം മറ്റൊന്നായിരിക്കാം, പക്ഷേ ബൈബിളിൽ നിന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ ഫോക്കസ്, മൈ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദിസ് സർമൺ ഈസ് ടു മൈ ഡിയർ ഫെലോ ബ്രദേഴ്സ് ഇൻ ദ ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായിട്ട് ഇപ്പം നിങ്ങളെ പോസ്റ്റർ കണ്ടപ്പോൾ തീം ഇല്ലായിരിക്കും. ഇന്നത്തെ തീം ഞാൻ ഇപ്പോൾ പറയാം. ഈ മാസത്തെ യൂത്ത് ഇമ്പാക്റ്റിൻ്റെ തീം ഇതാണ്. ദ തീം ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ വെക്കണം. ഒരു വലിയ തീം ആയതുകൊണ്ടാണ് ഞാനിത് ഇടാഞ്ഞ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്? സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഡസ് മൈ ലൈഫ് ഗോട്ട് എനി മീനിങ്? അടുത്തതായിട്ട്, ഇഫ് യെസ്, മീനിങ് ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ ഐ മേക്ക് മൈ ലൈഫ് മീനിങ്ഫുൾ? എൻ്റെ ജീവിതം എങ്ങനെ പ്രയോജനമുള്ളതായി എനിക്ക് തീർക്കാൻ പറ്റും? മിക്കവർക്കും ഇതൊരു സാധാരണ മീറ്റിംഗ് ആയിട്ട് പോകും. പക്ഷെ സം ഓഫ് യു വിൽ ബി ഓൺ ഫയർ വിത്ത് ദിസ് മെസ്സേജ്.
നിങ്ങളിൽ ചിലരിൽ ഈ സന്ദേശം ഇപ്പൊ ഈ ലൈറ്റ് ഇട്ടപ്പോ ഇത് കത്തിയ കണ്ടായിരുന്നോ? ഇത്ര നേരം ഇവിടെ ലൈറ്റ് ഇല്ലായിരുന്നല്ലോ, പാട്ട് പാടിയപ്പോ ഓൺ ആക്കിയപ്പോ എന്ന് പറഞ്ഞ് ഇത് ലൈറ്റ് കത്തി മിന്നി നിൽക്കുന്ന പോലെ ദിസ് വിൽ കത്തണ ഉള്ളിൽ. അല്ലെങ്കിൽ ചുമ്മാതെ 1 മണിക്കൂർ ഇവിടെ പറയാം. പ്രയോജനം ചെയ്യുന്നത് ഇറ്റ് മേ ബി വൺ ഓഫ് യു. ഈ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. എവിടുന്ന ഈ സന്ദേശം പറയാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പൊതുവെ അധികം പ്രസംഗങ്ങൾ കേൾക്കാത്ത ഒരു പുസ്തകമാണ്. പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം. എവിടാ സഭാപ്രസംഗി? സഭാപ്രസംഗി എവിടാ? സഭാപ്രസംഗി എടുത്ത 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് എടുക്കാമോ? സഭാപ്രസംഗി 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചോ. യെരൂശലേമിലെ രാജാവായി ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. 1-ാം വാക്യത്തിൽ ഇത് ആരുടെ വചനമാണെന്ന് എഴുതിയേക്കുക? ആരുടെയാ? യെരൂശലേമിൽ രാജാവായിരിക്കുന്ന ദാവീദിന്റെ മകൻ. അതേപോലെ തന്നെ 1-ന്റെ 16-ാം വാക്യം എടുക്കണ്ട, ഞാൻ പറയാം. അവിടെ എഴുതിയേക്കുക, ബാക്കിയുള്ളവരെക്കാളെല്ലാം ജ്ഞാനിയായിരുന്ന ആര്? ഈ സഭാ പ്രസംഗി. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സഭാപ്രസംഗി എന്ന് പറയുന്ന വ്യക്തി ഒത്തിരി ധനമുള്ള ഒരാളായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. 2-ാം അധ്യായത്തിൽ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പൊതുവിൽ ആൾക്കാർ മനസ്സിലാക്കുന്നത് പറയോ, ഈ സഭാപ്രസംഗി എന്ന് പറയുന്ന ആരാണ്? ശലോമോനാണ്. നമ്മളുടെ മനസ്സിൽ ഇരിക്കുന്നത് സഭാപ്രസംഗി ആരെഴുതിയതാ? ശലോമോൻ എഴുതിയതാണ്. ശലോമോൻ താൻ വാർദ്ധക്യത്തിലേക്ക് അടുത്ത സമയത്ത് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ജീവിതത്തിൽ വന്ന പരാജയങ്ങളൊക്കെ താൻ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ടിട്ട് താൻ എഴുതിയതാണെന്നൊരു അഭിപ്രായം ഉണ്ട്. അതേപോലെ തന്നെ ഈ പുസ്തകത്തിലെങ്ങും ശലോമോന്റെ പേര് പരാമർശിക്കാത്തത് കൊണ്ട് ശലോമോൻ അല്ലെന്നും പറയുന്നവർ ഉണ്ട്. ആ വാദങ്ങൾ അവിടെ വിട്ടിട്ട് ഈ പുസ്തകം വിശുദ്ധ ബൈബിളിൽ ഉള്ളത് കൊണ്ട് ദൈവശ്വാസ്യമാണെന്നും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോടും ഈ പുസ്തകത്തിന് സംസാരിക്കാൻ ഒരു സന്ദേശം ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഇന്നത്തെ ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. പ്രാരംഭമായിട്ട് ഇന്നത്തെ കീ വേർഡ്സ് ആയിട്ട് എടുക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 12-ന്റെ 8-ാം വാക്യം. 2 വാക്യങ്ങൾ വായിക്കണം. ഈ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞോട്ടെ, ഈ 2 വാക്യങ്ങൾ മാത്രമല്ല, ടുഡേ ലെഫ്ലിൻ യു വിൽ ഗെറ്റ് ടയർഡ് ഓഫ് റീഡിങ്. വായിച്ച് ഇന്ന് മടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്തോ ഇത് പറയുന്നറിയോ, മൊത്തം വായിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കാരണം ഇത് ഓൾറെഡി ഒരു പ്രസംഗമാണ്. സഭാ പ്രസംഗം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന എന്തോ അറിയോ, പ്രീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പ്രസംഗത്തിനകത്ത് കയറി പ്രസംഗിക്കാതെ പ്രസംഗം എന്തോ ചെയ്യുക, നമ്മൾ വായിച്ച് അതിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ആപ്ലിക്കേഷനായിട്ട് എടുക്കുന്നുള്ളൂ. മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകളോ ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്നു. നമ്മൾ ഈ സന്ദേശത്തോട് ചേർത്ത് വെച്ച് പഠിക്കുന്നു. വായിച്ചു തുടങ്ങാം. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും. ഹാ മായ മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായയത്രേ. 12-ന്റെ 8. ഹാ മായ മായ, സകലവും മായയത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായ. ഈ 2 വാക്യത്തിൽ മാത്രമല്ല, ഏകദേശം 30-35 പ്രാവശ്യം ഈ പറഞ്ഞ വാക്ക് എവിടെ ഉണ്ട്? ലെഫ്ലിൻ ഒന്ന് ഞെട്ടി, ഇത്രയും ഇപ്പൊ എന്നെ വായിപ്പിക്കുന്നു. അത്രയും വായിക്കണ്ട. ഒരു 30 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എന്തുവാ? മായ, സകലവും മായ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വാനിറ്റി ഓഫ് വാനിറ്റീസ്. ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് മീനിങ്ലെസ് എന്നാ. വാനിറ്റി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ, മായ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മാഞ്ഞു പോകുന്നത്, നിലനിൽക്കാത്തത്, ശാശ്വതമല്ലാത്തത്, നോട്ട് ലാസ്റ്റിംഗ്. ഇവിടെ ഇംഗ്ലീഷിൽ വാനിറ്റി എന്ന് എഴുതിയേക്കുമ്പോൾ ആ വാക്കിന്റെ ഒരു അർത്ഥം വായു, ശ്വാസം എന്നുള്ള ഒരു അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ചേസിങ് ബിഹൈൻഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റിനെ പിടിക്കാൻ പറ്റുമോ? ഒരാൾ കാറ്റിനെ പിടിക്കാൻ വേണ്ടി പോയാൽ ആ പ്രയത്നത്തിന് എന്തോ പറയുന്നത്? ഇതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? യു കനോട്ട് ഗെറ്റ് ഹോൾഡ് ഓഫ് എയർ. പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആ ഒരു സെൻസ് നൽകുന്ന പറഞ്ഞാൽ അർത്ഥശൂന്യമായ, പ്രയോജനരഹിതമായ ഒരു കാര്യമാണെന്നാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ എന്തുവാ വാനിറ്റി എന്ന് പറയുന്നറിയോ? ജീവിതം തന്നെ
ലൈഫ് ഈസ് വാനിറ്റി എന്നാണ് ആര് പറയുന്നത്? സഭാപ്രസംഗി പറയാം. ഇംഗ്ലീഷിൽ ആ വാക്കിന് കുറച്ചും കൂടെ അർത്ഥവ്യാപ്തിയുണ്ട്. എന്തോ അറിയോ? കേവലം വാനിറ്റി എന്ന് മാത്രമല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് വാനിറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മലയാളത്തിൽ മറ്റു വാക്കുകളൊക്കെ ഇതുണ്ടല്ലോ. ഇതാ രാജാതി എന്ന് പറഞ്ഞാൽ എന്തുവാ? രാജാവും ആണ്, പക്ഷെ ആ രാജാവ് ആരാണ്? എല്ലാ രാജാക്കന്മാരെക്കാളും എന്ന് പറഞ്ഞാൽ ഈസ് അറ്റ് ദ ടോപ്പ്. ഇവിടെ വാനിറ്റി ഓഫ് വാനിറ്റീസ് എന്ന് പറയുമ്പോൾ കേവലം അർത്ഥശൂന്യമാണെന്ന് മാത്രമല്ല, മോസ്റ്റ് മീനിങ്ലെസ്, ഒരർത്ഥവും ഇല്ലെന്നൊരു ആശയമാണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുവാ ഇന്നത്തെ സന്ദേശം? ഈ പുസ്തകത്തിൽ ഈ സഭാപ്രസംഗി ചെയ്യുന്ന എന്തുവാന്ന് ചോദിച്ചാൽ, ഈ 12 അധ്യായങ്ങളിൽ പല കാര്യങ്ങളെ താൻ എടുത്തിട്ട് പറയാ, ഇതെന്തുവാ? മായയ. അടുത്തൊരു വിഷയം എടുക്കുക, ഇതെന്തുവാ? മായ. മറ്റൊന്നെടുക്കുക, മായ. ഇങ്ങനെ പല കാര്യങ്ങൾ എടുത്തിട്ട് താൻ എന്ത് പറയാ? ദിസ് ഈസ് വാനിറ്റി, ദിസ് ഈസ് ഓൾസോ വാനിറ്റി, ദിസ് ഈസ് ഓൾസോ വാനിറ്റി. പല കാര്യങ്ങൾ വാനിറ്റി എന്ന് പറയാം. നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് ഞാനൊരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരിക, നിങ്ങൾ എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ട. പക്ഷെ ദ ഹോംവർക്ക് ഇസ് ദിസ്: ഈ പുസ്തകം നിങ്ങൾ 12 അധ്യായമുള്ളൂ, വീട്ടിൽ ചെന്നിട്ട് ഒരു ദിവസം കൊണ്ടൊന്ന് വായിക്കണം, 2-3 ദിവസം എടുത്തങ്ങ് വായിക്കണം. വായിച്ചിട്ട് ഈ വാനിറ്റി ഓഫ് വാനിറ്റീസ്, മായ മായ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എന്ത് വേണം? സർക്കിൾ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ തവണ പറയുന്നത് എന്തിനെ പറ്റിയാന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഞാനിത് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, റിയലി ഐ വാസ് ഷോക്ക്ഡ്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്താ അറിയോ? ഇന്ന് നമ്മൾ വലിയ കാര്യമാണെന്നൊക്കെ പറയുന്ന സംഭവം എന്തുവാ? മായ. ഇന്നത്തെ സന്ദേശത്തിൽ കൂടെ തുടർന്നുള്ള ഒരു 40-45 മിനിറ്റ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഐ വിൽ ഫോക്കസ് ദ സർമൺ ടു ദ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നിന്നുകൊണ്ട് ഈ സഭാപ്രസംഗി പറയുന്ന 3 കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. മായ എന്ന് സഭാപ്രസംഗി പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഈ എഴുതിയേക്കുന്നതിൻ്റെ ഓർഡറിലല്ല ഞാൻ എടുത്തേക്കുന്നത്, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ വരുന്നതിനോടുള്ള ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മെസ്സേജ് ചെയ്യുമ്പോൾ അച്ചച്ച അയ്യോ ഇത് വാക്യം പിന്നെ വന്നതാ, അതല്ലേ ആദ്യം വരുന്നത്, നിങ്ങൾക്ക് സംശയം തോന്നാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി ഓർഡർ ഓഫ് ദി റൈറ്റിംഗ്, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് ഹൗ ദിസ് തിങ് അപ്ലൈ ഇൻ അവർ ലൈഫ്. ഒന്നാമത്തെ കാര്യം എന്താണ് മായ എന്ന് ഞാൻ പറയാം. നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് വേഴ്സസ് 12 and 13. 12-13 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാം. സഭാപ്രസംഗിയായ ഞാൻ യെരൂശലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. ഒന്നാമതായിട്ട് സഭാപ്രസംഗി പറയുന്നത് എന്തുവാ? താൻ ലോകത്തിലുള്ള സകലതും പഠിക്കാൻ ഒരു ശ്രമം നടത്തി. സകല കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. 13-ാം വാക്യത്തിൽ പറഞ്ഞ ആകാശത്തിന്റെ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും, 14-ാം വാക്യത്തിൽ പറയുന്ന സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തിയെയും കണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ there is nothing that is exempted. എല്ലാം പഠിക്കാൻ താൻ ഒരു ശ്രമം നടത്തി ഈ സഭാപ്രസംഗി. ഇത് സാധാരണ ആളല്ല, നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. നല്ലവണ്ണം പഠിച്ചു. പഠിക്കുമ്പോൾ താൻ ആരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അതാരാണ്? ഹി വാസ് ദി കിങ്, രാജാവാണ്. നമ്മളിത് ശലോമോൻ ആണെന്നൊന്ന് സങ്കല്പിക്കുക. ശലോമോൻ ആണെന്ന് പറയുന്നവരും അല്ലാതെ പറയുന്നവരുണ്ട്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ജസ്റ്റ് തിങ്ക്, യെരൂശലേമിലെ രാജാവായിരിക്കുന്ന ശലോമോന്റെ ചരിത്രം നമുക്കറിയത്തില്ലേ? ശലോമോൻ രാജാവായിരിക്കുമ്പോൾ ദൈവം തൻ്റെ അടുത്ത് എന്നിട്ട് ഒരു കാര്യം പറയും. എന്ത് പറഞ്ഞേ? what do you want? നിനക്ക് എന്താ വേണ്ടേ? ചോദിച്ചു കൊള്ളാം, ഞാൻ നിനക്ക് തരാം. ചോദിച്ചപ്പോൾ ശലോമോൻ എന്തോ പറഞ്ഞു? ജ്ഞാനം എനിക്ക് വേണം. അങ്ങനെ താൻ ആരായി? ഹി ബിക്കം ദി വൈസസ്റ്റ്. ഏറ്റവും ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിട്ട് ശലോമോൻ മാറി. ഈ സഭാപ്രസംഗിയാകുന്ന ഈ വ്യക്തി ശലോമോൻ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, താൻ രാജാവാണ്. 16-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സകലതും പഠിച്ചു. സകലതും പഠിച്ചിട്ട് താൻ എന്തോ പറയുന്നേ? ഈ പഠനം എന്തുവാ? പഠനം എന്തുവാന്ന് ആരും പറയുന്നില്ല. പഠനം മായയാണെന്നാ പറഞ്ഞേ. ജ്ഞാനം എന്തോ ആണ്? മായയാണ്. സൈലൻസ് നോക്കിക്കേ. കാരണം എന്താ? നമ്മൾ കുഞ്ഞുനാൾ തൊട്ടിട്ട് എന്താ കേട്ടെ? പഠിക്കടാ പഠിക്കടാ പഠിക്കടി പഠിക്കടി. നിനക്കൊന്നും പഠിക്കാനില്ലയോ?
നിന്റെ റിസൾട്ടിങ് വരട്ടെ, ഞാൻ കാണിക്കാം. ഇതല്ലേ നമ്മൾ കേട്ടിട്ടുള്ളേ. ഇവിടെ ഇതാരാ? സാധാരണക്കാരനല്ല, എല്ലാം പഠിച്ച ഒരു വ്യക്തി പറയാ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ചിന്ത കാണും, എന്തുവാ, ഞാൻ ഈ ഡിഗ്രി കൂടെ ഒന്ന് തീർത്ത് കഴിയുമ്പോൾ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നോക്കിക്കേ, ഈ വ്യക്തി ചില്ലറക്കാരനാണോ? ഉള്ള എല്ലാം പഠിച്ചിട്ട് he is saying it is meaningless. Look at his conclusion. ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് W. 3 W ആണ്. The first vanity is wisdom. Wisdom is vanity. പഠനം, ജ്ഞാനം, മായാത്രേ. താൻ ചെയ്ത കൺക്ലൂഷൻ നോക്കിക്കേ, 14-ാം വാക്യത്തിൽ നോക്കിക്കേ. സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടൊരു വ്യക്തിയുടെ കൺക്ലൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, വായിച്ചോ. അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. വളവുള്ളത് നേരെയാക്കുവാൻ വയ്യ. വളവുള്ളത് നേരെയാക്കാൻ വയ്യ. വായിച്ചോ. കുറവുള്ളത് എണ്ണി തികപ്പാനും വയ്യ. കുറവുള്ളത് എണ്ണി തികപ്പാനും വയ്യ. എന്തോ അതിന്റെ അർത്ഥം? ഇവിടെ താൻ പറയുന്ന ഈ വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ 13, 14, 15 വാക്യങ്ങളാണ്. നമ്മൾ ആ മൊത്തം വാക്യങ്ങളുടെ അർത്ഥമാണ് ഒരുമിച്ച് മനസ്സിലാക്കേണ്ടത്. 13-ാം വാക്യത്തിൽ സഭാപ്രസംഗി പറയാ, ദൈവമാണ് എന്ത് നൽകിയത്? മനുഷ്യൻ ഈ പ്രയത്നം നൽകിയത് പഠിക്കാൻ. പക്ഷെങ്കിൽ താൻ പറയാ, വളഞ്ഞത് നേരെയാക്കാൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ സഭാപ്രസംഗി പറയാ, എത്ര പഠിച്ചാലും ഇതിനെന്തോ ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു അതിരുണ്ട്. വളഞ്ഞത് എത്ര പഠിച്ചാലും എന്തോ ആവത്തില്ല, നേരെ ആവത്തില്ലെന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എത്ര പഠിച്ചാലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നോട് വിയോജിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഇന്നത്തെ സ്റ്റാറ്റസിലൊക്കെ എന്തോ വരുന്നത്, ഇംപോസിബിൾ ഈസ് നത്തിങ്, യു ക്യാൻ ഡു ഇറ്റ്, ഡ്രീം ബിഗ്, അച്ചീവ് ഗ്രേറ്റ്. ഇതൊക്കെ ആ സ്റ്റാറ്റസിൽ ഡീപ്പ് ആയിട്ടിരിക്കുന്ന എന്തുവാ? ഡ്രീം, സക്സസ്, പാഷൻ. കേക്ക്, ഇവിടെ സഭാപ്രസംഗി എല്ലാം പഠിച്ചിട്ട് പറയാ, സാധ്യമല്ല, നേരെ ആവത്തില്ല, ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് സേയിങ് ഈസ് ദിസ്: വിസ്ഡം ഓർ സ്റ്റഡി, ജ്ഞാനം, പഠനം വെറുതെയാണ്, മായയാണ്. ഞാനിത് പറയുമ്പോൾ ഇപ്പോഴത്തെ മോട്ടിവേഷണൽ ചിന്തകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ, സാറൊക്കെ അറിയാം. പ്രിൻസിപ്പിൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നോട് കൂടെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. എന്തോ പുള്ളിക്കാരൻ പറഞ്ഞറിയോ, ക്ലാസ്സിൽ കയറി വന്നിട്ട് പറയും, റേസ് യുവർ ഹാൻഡ്സ്. മോൻ പൊക്കി, ലെവിൻ ഐ പൊക്കിയിട്ട് നമ്മൾ എന്തോ വേണറിയോ, നമ്മുടെ തോളിൽ തന്നെ തട്ടണം. എന്തോ പറയണ്ടേ? I can, I will. എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, ഞാനിത് ചെയ്യും. ഇപ്പോഴത്തെ മോട്ടിവേഷൻ്റെ ഇതനുസരിച്ച് ഇതിൻ്റെ ഒരു എക്സ്ട്രീം എത്തിയിട്ട് ഇപ്പോൾ പറയുന്നത്, നമ്മൾ കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് ഇത് സാധിക്കുമെന്നാ. ഇവിടെ വചനം വളരെ ക്ലിയർ ആയിട്ട് പറയാം, എന്തുവാ? യു കനോട്ട്. വി തിങ്ക് ദാറ്റ് ബാച്ചിലേഴ്സ് തീർക്കുന്നു, അല്ലെങ്കിൽ PG യുടെ തീർത്ത് കഴിയുമ്പോൾ ലൈഫ് എന്തോ ആവും, സെറ്റ് ആവുന്ന. ദൈവം തീരുമാനിക്കണം സെറ്റ് ആവണമെങ്കിൽ. നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതല്ല, ഗോഡ് ഹാസ് ടു ഡിസൈഡ്, ബിക്കോസ് ദൈവമാണ് ഇതിന് ലിമിറ്റ് വെച്ചേക്കുന്നത്. ശലോമോൻ പറയാ, വിസ്ഡം ഈസ്, ആരും പറഞ്ഞില്ലേലും ഞാൻ ഉറക്കെ പറയട്ടെ, ജ്ഞാനം എന്താണ്? മായയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നു കാണും, വൈ ഈസ് വിസ്ഡം വാനിറ്റി? എന്തുകൊണ്ടാ വിസ്ഡം വാനിറ്റി? അതിനുള്ള കാരണങ്ങൾ ഇവിടെ സഭാപ്രസംഗി അങ്ങ് നിരത്തിയേക്കുക. ഒന്നൊന്നായിട്ട് നമുക്ക് കാരണങ്ങൾ നോക്കാം. ഒന്ന് വായിച്ച് സഹായിക്കാമോ? 1:18 വാക്യം. ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് പറയാ, ജ്ഞാനം, വിസ്ഡം ഇസ് വാനിറ്റി ബിക്കോസ് ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. എന്ന് പറഞ്ഞാൽ, when you increase in wisdom, what increases? Sorrow. എന്തോ അതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. മോനെ, കേഫ് ഏത് ക്ലാസ്സിലാ? 3-ല്. മോനോ? 2-ല്, 3-ല്, 4-ല്. ഓക്കെ. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ പഠിക്കും ഇല്ലേ?
കണക്കിലെ ഫോർമുലയൊക്കെ എന്തോരും കെമിസ്ട്രി, ഫിസിക്സ് ഇല്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക. എന്തുവാ? ഏരിയ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു, അത് പിന്നെ ഭിത്തിയിൽ എഴുതുന്നു, കയ്യിൽ എഴുതി വെക്കുന്നു. എക്സാമിന് കയ്യിൽ എഴുതല്ലേ, ഭിത്തിയിൽ തൂക്കുന്നു, നോക്കുന്നിടത്തല്ലേ ഈ ഫോർമുല എല്ലാം കൂടെ നിറച്ച് നമ്മളിത് കാണാതെ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഓർക്കും, ഓ ഐ തിങ്ക് ഐ ഫോർഗോട്ട്. ഒന്നുകൂടെ ചെന്ന് നമ്മൾ എന്തോരം എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് പഠിക്കുന്നേ. പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തോ ഉണ്ടാകാൻ പോകുന്ന, വി തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ബെറ്റർ. പക്ഷെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇറ്റ് ഈസ് ആക്ച്വലി കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാ. ഞാൻ ഇപ്പം 10ാം ക്ലാസ് അല്ലേ കഴിഞ്ഞ, ഇപ്പം 10 പാടായിരുന്നോ? നല്ല പാടാ. പക്ഷെ 11 ആരെങ്കിലും ഉണ്ടോ? ലെമുവലിനോട് ചോദിച്ചേ, ലെമുവൽ പറയും 11 പാടുന്നത്. പാടില്ലേ മോനെ? പാടാ. 12 ആരാ ഉള്ളത്? 12 ഓക്കെ, 11 പാട് കേട്ടോ, 10 പാട്. ഇപ്പം നീ ഇവിടെ ചോദിച്ചോണ്ടല്ലോ, കേഫയോട് ചോദിച്ചാൽ കേഫ പറയും 3ാം ക്ലാസ്സാണ് പാടുന്നത്. നമ്മൾ പറയും 3ാം ക്ലാസ് ഈ ആയിരിക്കണം എന്തോ ഉള്ളതെന്ന്. എന്ന് വെച്ചാൽ നമുക്കിത് പഠിച്ച് കയറുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ദ മോർ യു സ്റ്റഡി യു അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് മോർ ടു സ്റ്റഡി. കൂടുതൽ പഠിക്കുന്നതോറും എന്തോ മനസ്സിലാവുന്നേ, ഇനിയും പഠിക്കാനുണ്ടെന്ന്. ബാച്ചിലേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും കഴിയുന്നു, പക്ഷെ അവിടെ കഴിയല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? മാസ്റ്റേഴ്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? PhD ചെയ്യുക. പക്ഷെ ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഈസ് വി ആർ സ്റ്റഡിങ് മോർ ഓഫ് വെരി ലെസ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്, ഇത് ചെയ്യുക, MD ചെയ്യുക. അപ്പം MBBS പഠിച്ചപ്പോൾ എന്തോ ഉണ്ടായിരുന്നു, ഉള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. പക്ഷെ ഇപ്പോൾ ഏതാ എടുത്തേക്കുന്നത്? മെഡിസിൻ, ഫാർമക്കോളജി മാത്രമാണ്. അയ്യോ, നിങ്ങൾ വരിക്കും, നിങ്ങളെ കുറ്റം പറയും, ഞങ്ങളുടെ കാര്യം പറയും. ഞങ്ങൾ ബാച്ചിലേഴ്സ് പഠിച്ചപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൽബി സഹോദരൻ ഇപ്പോൾ ഏതാ പഠിച്ചത്? ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രമായി. എവിടെ നിന്ന് തുടങ്ങിയതാ? മനസ്സിലായി എന്ന് പറഞ്ഞാൽ പഠിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തോ ഉണ്ട്, ഇനിയും ഇനിയും ഇത് കിടക്കുമല്ലേ. ഇറ്റ് ഡസൻ എൻഡ്. അത് മാത്രമല്ല, പഠിച്ചു തുടങ്ങി. വേറൊരു കാര്യം പറയാം, സോറോ വരുന്ന വേറൊരു ഉദാഹരണം നമ്മുടെ മനസ്സിലാകുന്ന ഇതിൽ പറയാം. 10ലെ എക്സാം ഇപ്പോൾ എഴുതിയോണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നത്. 10ാം ക്ലാസ് എക്സാം എഴുതി പുറത്തോട്ട് ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ മക്കൾ എക്സാം എഴുതിയിട്ട് പേപ്പർ നിന്ന് നമ്മുടെ ഫ്രണ്ടോട് ചോദിച്ചു, ഇതിൻ്റെ ആൻസർ എന്തുവാ? ഇതാന്ന് പറഞ്ഞു. ഉയ്യോ, ഞാൻ ഇതാന്ന് ഓർത്തതാ, പക്ഷെ ഏതാ എഴുതിയേ? മറ്റേതാ. പിന്നെ അടുത്ത എക്സാമും പോയി. പിന്നെ നമ്മുടെ ചിന്ത എന്താ? അത് എഴുതിയാൽ മതി, എൻ്റെ മനസ്സിൽ വന്നതാ ഇല്ലേ എന്ന് പറഞ്ഞാൽ, ദ മോർ യു സ്റ്റഡി യു അണ്ടർസ്റ്റാൻഡ് യുവർ മിസ്റ്റേക്ക്. നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക. മിസ്റ്റേക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവുക? സോറോ, ജ്ഞാനബാഹുല്യത്തിൽ എന്തോ ഉണ്ടാവും? വ്യസനം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നത് എന്തുവാ? മായയാ. യു തിങ്ക് ദാറ്റ് യു ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ സ്റ്റഡിങ്. നോ, യു കനോട്ട്. എല്ലാം പഠിച്ച ആള് പറയാ അത് ഇൻക്രീസ് സോറോ മാത്രം ആക്കുന്ന. അത് മാത്രമാണോ? അടുത്ത എന്തുവാ? അടുത്ത കാരണം എന്തോ താൻ പറയുന്നത്? ലുക്ക് അറ്റ് ചാപ്റ്റർ 2 വേഴ്സ് 14. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കോ. ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു, എന്നാൽ അവർക്കെല്ലാവർക്കും ഗതി ഒന്ന് അതിന്റെ തന്നെ. മുമ്പത്തെ വാക്യം 2:14 ആരംഭം തൊട്ട് വായിച്ചു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷനോ ഇരുട്ടിൽ നടക്കുന്നു. എന്തുവാ ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ടെന്ന് പറഞ്ഞാല് a wise person has eye on his head, which means he is far sighted. എന്തോ ഉള്ള ആളാ? ദീർഘ വീക്ഷണമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത് തലയിൽ എന്തോ ഉണ്ടെന്ന്, കണ്ണുണ്ടെന്ന്. ഭോഷനെ പറ്റി പറയുക എങ്ങനെ നടക്കുന്നത്? ഇരുട്ടിൽ നടക്കുന്നു. മനസ്സിലാകുന്ന ഇതിൽ പറഞ്ഞാൽ, നമ്മുടെ ഇടയിൽ കുറച്ച് പേരില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ പറയും, ഇൻ 10 years from now I will be ഇന്ന കമ്പനിയുടെ ഇന്ന സ്ഥാനം ഞാൻ എടുക്കും. പറഞ്ഞില്ല ഇല്ലേ? അതില്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ചോദിക്കത്തില്ലേ, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം, അംബിഷൻ എന്തോ ചോദിക്കത്തില്ലേ? അപ്പോൾ ചിലരെന്താ പറയും, ഞാൻ ഇന്നതാവും. 12 ആകുമ്പോഴേ പറഞ്ഞു ഞാൻ ഇന്നതാകാൻ വേണ്ടി ഞാൻ എന്ന് പറഞ്ഞാൽ ഐ എം വർക്കിംഗ് ഹാർഡ്, ഐ ഹാവ് എ ഗോൾ ദേർ, ഐ വിൽ റീച്ച് ദേർ എന്നുള്ള ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളെ പറ്റി പറയുന്നത് എന്തുവാ? ഞാനിക്ക് എവിടെ ഇതുണ്ട്? അതെ, പോഷന് ഇരുട്ടിൽ നടക്കുന്ന പറഞ്ഞാൽ ദേ ഡോണ്ട് കെയർ, വരുന്ന വഴിക്ക് പോവാന്നുള്ള ഒരു ചിന്തയിൽ ജീവിക്കുന്നവരെ പറ്റി അവിടെ പറഞ്ഞത്. പോഷന് ഇരുട്ടിൽ നടക്കുന്നു. എന്നിട്ട് അത് രണ്ടും അവിടെ വെച്ചിട്ട് അടുത്ത ഭാഗം ഒന്ന് വായിച്ചാൽ, അതിന്റെ അടുത്ത ഭാഗം, എന്നാൽ അവർക്കെല്ലാവർക്കും ഗതി ഒന്ന് തന്നെ. അവർക്കെല്ലാവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ, തലയിൽ കണ്ണുണ്ടെന്ന് പറഞ്ഞ ജ്ഞാനിയും ഇരുട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞ ഭോഷനും ഗതി ഒന്നാ. എന്ന് പറഞ്ഞാൽ എന്തുവാ? പറയാനേ എന്തുവാ ഗതി? എന്തുവാ? അയ്യോ, ആർക്കും മനസ്സിലായില്ലയോ? മരിക്കുമെന്നാ പറയുന്നേ. വെദർ യു ആർ വൈസ് or you are a fool, what will happen at the end? You will die. എന്ന് പറഞ്ഞാൽ മരണം ജ്ഞാനിയെയും ഭോഷനെയും ഇപ്പൊ എങ്ങനെ ആക്കി?
സമമാക്കി. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? വിൽ യു അഗ്രി വിത്ത് മീ? ഇല്ല. പഠനം ഇപ്പം മെഡിക്കൽ സയൻസ് ഭയങ്കര ടെക്നോളജി ഒക്കെ വർദ്ധിച്ചു, മെഡിക്കൽ ഫീൽഡ് തന്നെ വർദ്ധിച്ചു എന്ന് പറയും. ലുക്ക് അറ്റ് ലാസ്റ്റ് 2-3 years ഒരു ചെറിയ വൈറസ് ഈ വലിയ കണ്ടുപിടുത്തത്തെ നോക്കി പുച്ഛിച്ച് തള്ളി. കാരണം എന്താ? മരണസംഖ്യ ഇങ്ങനെ ദിവസം വർദ്ധിക്കുക. എത്ര പേര് മരിച്ചു 2-3 വർഷത്തിൽ? യു ആർ ഏബിൾ ടു സ്റ്റോപ്പ്? നിർത്താൻ പറ്റിയോ? നോട്ട് അറ്റ് ഓൾ. ഇവിടെ പറയുന്നത് എന്താ? സാധിക്കത്തില്ല. എത്ര ഉന്നതമായ പഠനമാണെങ്കിലും എവിടെ ചെല്ലും നിൽക്കണമെന്നറിയോ? യു വിൽ ഹാവ് ടു ഫേസ് ഡെത്ത്. അവിടെ ഈ പഠനം കാണിച്ചിട്ട് കാര്യമില്ല. മരിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ചിട്ട് പരിപാടി നടക്കത്തില്ല. അതാണ് ഇവിടെ ഈ സഭാപ്രസംഗി പറയാ, ജ്ഞാനം മായയാണ്. കാരണം മരണമാണ് ഇതിന്റെ അന്ത്യം. പഠിക്കാത്തവനും പഠിച്ചവനും ഒരേപോലെ മരിക്കും. പിന്നെന്തിനാ? അതാ ചോദ്യം. പിന്നെന്തിനാ പഠിക്കുന്നത്? പിന്നെന്തിനാ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നത്? ഐ നോ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡൈജസ്റ്റ് ഇറ്റ്, ബട്ട് സ്റ്റിൽ bear with me for 30 minutes and you will be free. അടുത്ത കാര്യം എന്താ? അടുത്ത കാരണവും ഞാൻ 1-2 കാരണം പറഞ്ഞു. ഇനിയും കാരണങ്ങളുണ്ട്. നോക്കിക്കേ 16-ാം വാക്യം നോക്കിക്കേ. ഭോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരും അടുത്ത കാര്യം ഇതാണ്. ശാശ്വതമായ ലാസ്റ്റിംഗ് മെമ്മറി ഭോഷനെ പറ്റി ഇല്ല, ജ്ഞാനിയെ പറ്റിയും ഇല്ല. എത്ര വലിയ പഠനം ഇവിടെ നടത്തിയാലും നമ്മൾ മരിച്ചൊരു എത്ര 10 വർഷം കഴിയണ്ട. നമ്മുടെ മക്കൾ ഓർത്താൽ നല്ലത്. ഐ ഡോണ്ട് നോ ദ കമ്മിങ് ജനറേഷൻ ഇതൊക്കെ ഓർക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു മക്കളുടെ തലമുറ കഴിഞ്ഞാൽ വിൽ യു ബി റിമെമ്പേർഡ്? നിങ്ങളെ ഓർമ്മിക്കൂ ആരേലും? ഭയങ്കര ഇപ്പൊ തന്നെ നമ്മൾ നോക്കിക്കേ. നമ്മളിവിടെ നമ്മുടെ ഇടയിലെ ലോക്കലായിട്ടുള്ള സംസാരത്തിൽ പറയും, പണ്ടത്തെ 10ാം ക്ലാസ് എന്ന് പറയത്തില്ലയോ? പണ്ട് എന്തുവായിരുന്നു വലിയ കാര്യം? ഇപ്പൊ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ 10ാം ക്ലാസ്സും കുസ്തി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പണ്ടത്തെ ഡിഗ്രിയാ. ഇപ്പത്തെ ഡിഗ്രി കൊണ്ട് എന്താവാനാ എന്ന് പറഞ്ഞാൽ ആസ് ദ ജനറേഷൻ ഈസ് ഗോയിങ്, ഈ പണ്ടത്തെ പഠിത്തം ഈസ് ബിക്കമിങ് ഇർറെലവന്റ്. ബിക്കോസ് അത്രയ്ക്കും ജ്ഞാനം വർദ്ധിക്കുക. പക്ഷെ ഇതുകൊണ്ട് എന്തോ ഇല്ല. യു കനോട്ട് ബി സാറ്റിസ്ഫൈഡ്. ദ പോയിന്റ് എന്തുവാന്ന് ചോദിച്ചാൽ, ജ്ഞാനം ഇറ്റ് ഡസന്റ് ബ്രിങ് സാറ്റിസ്ഫാക്ഷൻ. മായയാണ്. മായ. ജ്ഞാനം പഠനവും മായ. അത്രേ. That is the first thing. First thing is wisdom is vanity. Going ahead. Second thing, രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? രണ്ടാമത്തെ കാര്യം എന്തുവാ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ജോലി. കറക്റ്റ് മോനെ, കറക്റ്റ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന എന്തിനാ? എന്തോ വേണം? നല്ലൊരു ജോലി വേണം. അപ്പൊ രണ്ടാമതായിട്ട് വാനിറ്റി എന്ന് പറഞ്ഞ എന്തോ അറിയോ? രണ്ടാമത്തെ വാനിറ്റി എന്തുവാ? ജോലി എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ വർക്ക് എന്ന് എഴുതിക്കോ. വർക്ക് ഈസ് വാനിറ്റി. ലുക്ക് അറ്റ് ചാപ്റ്റർ 1 verses 2 and 3. മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. മായ സകലവും മായയത്രേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? മായ എന്ന് 2ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കണക്ട് ചെയ്യുന്നത് സൂര്യന്റെ കീഴിലുള്ള സകല പ്രയത്നവും എന്തുവാ? എവ്രി വർക്ക് അണ്ടർ ദ സൺ ഇസ് വാനിറ്റി. ഈ ആർഗ്യുമെന്റിനെ സഭാപ്രസംഗി സ്ഥാപിക്കുന്നത് എങ്ങനെയാ നോക്കണം. അടുത്ത വാക്യം നോക്കി, 5ാം വാക്യം നോക്കിക്കേ. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. 5ാം വാക്യത്തിൽ എന്തിനെ പറ്റി പറയുന്നറിയോ? ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ ഈ സഭാപ്രസംഗി ചെയ്യുന്നത് പറഞ്ഞാൽ വർക്ക് ഈസ് വാനിറ്റി എന്ന് പറഞ്ഞിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടി 3 ഉദാഹരണം പ്രകൃതിയിൽ നിന്ന്, നേച്ചറിൽ നിന്ന് 3 ഉദാഹരണം എടുത്തിട്ട് ആർഗ്യൂ ചെയ്യുക. ഒന്നാമതായിട്ട് പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് സൺറൈസ് ആൻഡ് സൺസെറ്റ്. എന്തുവാ ചോദ്യം എന്നറിയോ? സഭാപ്രസംഗി ചോദിക്കുക, നിങ്ങൾ അധ്വാനിച്ചിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത്? ഇന്ന് നമ്മളെല്ലാം കൂടി കെട്ടി വലിച്ചാണോ സൂര്യനെ കൊണ്ടെത്താത്തെ? ആണോ? അതാ സത്യത്തിൽ ഇവിടെ ചോദിക്കുന്നത്. ചിലരുടെ ചിന്ത എന്തോ അറിയോ? ഞാൻ കഷ്ടപ്പെട്ട് നൈറ്റ് ഡ്യൂട്ടി ഉറങ്ങാതെ ചെയ്തത് കൊണ്ടാ പിറ്റേ ദിവസം രാവിലെ. ആണോ? അല്ല. സൂര്യൻ രാവിലെ ഉദിക്കും ഓൺ ഇറ്റ്സ് ഓൺ.
അവിടെ എന്ത് പ്രയോജനം ചെയ്തില്ല? എൻ്റെ പ്രവൃത്തി ഇറ്റ് ഡിഡ്ന്റ് കോൺട്രിബ്യൂട്ട്. അടുത്ത ഭാഗം നോക്കിക്കേ, അടുത്ത വാക്യം നോക്കിക്കേ. കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി ആ വരുന്നു. അടുത്തത്തെ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്, കാറ്റടിക്കുന്നതിനെ പറ്റി പറയാ. കാറ്റ് എങ്ങോട്ട് അടിക്കണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അത് ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണോ? അല്ല. ആരാ തീരുമാനിച്ചേ? കാറ്റ് ദൈവം നിശ്ചയിച്ച പോലെ അടിക്കുക. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് കാറ്റടിക്കും. അവിടെ ആർക്കൊന്നും ചെയ്യാനില്ല, മനുഷ്യനൊന്നും ചെയ്യാനില്ല. അടുത്ത നോക്കിക്കേ, അങ്ങനെ കാറ്റ് ചുറ്റി ചുറ്റി തിരിഞ്ഞുകൊണ്ട് ഏഴാം വാക്യം. പരിവർത്തനം ചെയ്യുന്നു. 7-ാം വാക്യം. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, ആ, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. ആ. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും പിന്നെയും ഇത് ചെല്ലുന്നു. എന്തോലും നിങ്ങൾക്ക് ഓർമ്മ വന്നോ? സകല നദിയും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ട് സമുദ്രം നിറയുന്നില്ല. എന്തോ ഓർമ്മ വന്നേ? ഈ 3-ലും 4-ലും 5-ലൊക്കെ വാട്ടർ സൈക്കിൾ ഓർമ്മയില്ല? വാട്ടർ സൈക്കിൾ ഏത്? സർഫസിലെ വെള്ളം വേപ്പറായി, വേപ്പറൈസേഷൻ അവിടെ ചെന്ന് കണ്ടൻസ് ആയി, പിന്നെ അത് കാരണം എന്താ? നിറയത്തില്ല. കാരണം എന്താ? അവിടെ ചെല്ലുന്ന വീണ്ടും സൂര്യന്റെ റേസ് അടിച്ച്. വാട്ടർ സൈക്കിളിനെ പറ്റി പറയാ. നമ്മൾ ചെയ്തിട്ടാണോ? വി ഹാവ് നോ റോൾ. എന്തോ ഇവിടെ സഭാപ്രസംഗി പറയുന്നറിയോ? ഇങ്ങനെ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ പ്രയത്നം എന്തോ ചെയ്തിട്ടില്ല, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സൂര്യന്റെ കീഴിൽ നിങ്ങളിപ്പോൾ വലിയ എന്തോ ചെയ്തെന്ന് പറഞ്ഞാലും പ്രകൃതിയുടെ കാര്യങ്ങളൊക്കെ അത് അതിന്റെ വഴിക്ക് നടക്കും. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഇത് ആരാ ഈ സഭാപ്രസംഗി? ഹി വാസ് ദി കിങ്. ആരാ? രാജാവാ. രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന ഒരാളാ. നമുക്കൊക്കെ എന്തോ സ്വപ്നം കാണാൻ പറ്റുന്നതിലും ശ്രേഷ്ഠമായ ജോലിയുള്ള ഒരാള്. ഗോട്ട് ഇറ്റ്? നമ്മൾ ഇന്ന് ഡ്രീം കാണുന്ന ജോലിയില്ലേ മോനെ, അതിനേക്കാളും ഗ്രേറ്റർ. ആ ജോലി ചെയ്ത പുള്ളി പറയാ വെറുതെയാ, ഇറ്റ് ഈസ് മീനിങ്ലെസ്. പ്രയോജനമില്ല. ഇന്ന് നിങ്ങൾക്ക് തോന്നും എന്താ അതിന്റെ കാരണം? ആസ്ക് ദ പ്രീച്ചർ. നിങ്ങൾ ആ സഭാപ്രസംഗിയോട് തന്നെ ചോദിക്കുക, എന്താ സഭാപ്രസംഗി അതിനെന്താ കാരണമില്ലാത്ത, അല്ല എന്താ പ്രയോജനമില്ലാത്ത എന്താ കാരണങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ദ റീസൺസ്. ലുക്ക് അറ്റ് ചാപ്റ്റർ 2 വേഴ്സസ് 18 and 19. 18-19 വാക്യങ്ങൾ വായിക്കാമോ? സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എല്ലാ പ്രയത്നവും താൻ വെറുത്തു. കാരണം പറയുന്നുണ്ട്, വായിച്ചോ. എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അയ്യോ, മനസ്സിലായോ കാര്യം? ഈ സഭാപ്രസംഗി പറയാം, ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു, പക്ഷെ പ്രശ്നം എന്താ? ഇത് വെറുതെയാ. കാരണം ഞാൻ ഇത് ആർക്ക് വെച്ചിട്ട് പോണം? എന്റെ പുറകെ വരുന്നവന് വെച്ചിട്ട് പോണം. അടുത്ത വാക്യത്തിൽ നോക്കിക്കേ, അവൻ ജ്ഞാനിയാകുമോ പോഷനാകുമോ ആർക്കറിയാം. ഇത് ശലോമോൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ശലോമോന്റെ മകന്റെ പേരെന്താ? ശലോമോന്റെ മുമ്പിൽ ആരായിരുന്നു രാജാവ്? മുമ്പിലത്തെ ശലോമോന്റെ പിതാവ് ദാവീദ്. ശലോമോന് ശേഷം എന്തോ സംഭവിക്കുന്നേ? രാജ്യം രണ്ടായി പോയി. ശലോമോൻ 12 ഗോത്രത്തെ ശക്തമായി നയിച്ച് രാജ്യത്തെ സമൃദ്ധിയിലേക്ക് നയിച്ച ഒരു രാജാവാ. ഈ പറഞ്ഞ വാക്ക് പോലെ ആരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്നറിയോ? ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം എന്താ? മകൻ വന്നപ്പോൾ മകൻ എന്തോ ചെയ്തു? യൗവനക്കാരെല്ലാം കൂട്ടുകെട്ടി അവർ പറയുന്ന അനുസരിച്ച് കാര്യം ചെയ്ത് അവസാനം എന്തോ പറ്റി? 2 വഴിക്ക് രാജ്യം പോയി. ഇതേപോലെ ആയി. ശലോമോൻ ജ്ഞാനിയായ ഒരു രാജാവായിരുന്നു, പക്ഷെങ്കിൽ എന്തോ പറ്റി? പുറകെ വന്നവൻ അതനുസരിച്ച് ചെയ്തില്ല. ദ പോയിന്റ് ഈസ്, വർക്ക് ഈസ് വാനിറ്റി. ജോലി മായയാണ്. കാരണം ഞാൻ എത്ര കൂടി ജോലി ചെയ്താലും ആ ജോലി എന്തോ ചെയ്യണം? ഐ വിൽ ഹാവ് ടു ലീവ് ഇറ്റ് ടു സമ്മൺ എൽസ്. നിങ്ങൾ ഇനി എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി കിട്ടി ചിന്തിച്ചു, അല്ലെ ജോലി ചെയ്യുന്നവർ ഇവിടെ കാണുമല്ലോ. ജസ്റ്റ് ഇമാജിൻ ഫോർ യുവർ സെൽഫ്. നിങ്ങൾ കൃത്യസമയത്ത് അവിടെ ജോലിക്ക് ചെന്നു. 8 o'clock എന്ന് പറയുമ്പോൾ 7:55 അവിടെ ചെന്നു. കട്ടിക്ക് പണിയെടുത്തു. എല്ലാ ദിവസവും ഡേ ആഫ്റ്റർ ഡേ യു ആർ വർക്കിംഗ് വെരി ഹാർഡ്. ആ സ്ഥാപനത്തെ നിങ്ങൾ വളരെ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ട് വരിക. പക്ഷെങ്കിൽ നിങ്ങൾ റിസൈൻ ചെയ്ത് പോയപ്പം പുറകെ വന്ന പുള്ളിക്കാരൻ എന്തോ ചെയ്യുന്നത്? തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. പക്ഷെ ശമ്പളം നിങ്ങളെടുത്ത പോലെ ശമ്പളം പുള്ളി എടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാ, ബിക്കോസ് ഇതിന് ശേഷം വരുന്നവൻ ജ്ഞാനിയാകുവോ പോഷനാകുവോ എങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ഈസ് ഗോയിങ് ടു ബിക്കം മീനിങ്ലെസ്. രണ്ടാമത്തെ കാര്യം, ലുക്ക് അറ്റ് ചാപ്റ്റർ 4 verse 4. മുന്നോട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അടുത്ത കാരണം കണ്ടോ? സകല പ്രയത്നവും സാമർത്ഥ്യമുള്ള പ്രവർത്തിച്ച നല്ലവണ്ണം ജോലി ചെയ്യുന്നത്
സ്കില്ലോട് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രയോജനം അവിടെ എഴുതിയേക്കുക. അതെന്തോ ഉണ്ടാക്കും? അസൂയ ഉണ്ടാക്കും. അസൂയ ഉണ്ടാക്കും. ഒരു ജോലിയിൽ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയാൽ കൂടെ ഉള്ളവർ എന്തോ ഉണ്ടാവും? അസൂയപ്പെടും. സ്കൂള് കോളേജിൻ്റെ ഒരു കോൺടെക്സ്റ്റ് ചിന്തിച്ച്, ഒരു എക്സാമിന് ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്കാ ടോപ്പ് കൂടിയ മാർക്ക് നമുക്ക്. അപ്പോൾ പുറകിലുള്ളവരൊക്കെ എന്തോ ചെയ്യും? നിന്റെ പേപ്പർ എന്ത് കാണിച്ച്, അത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, ടീച്ചർ പാർഷ്യലാ, മറ്റേതാ. കൂടെ നേരത്തെ സംസാരിച്ചവർ പോലും പിന്നെ ദൈവം സംസാരിക്കുന്നില്ല. അത് ജോലിയിലും അതെ, പഠനത്തിലും അതെ, എല്ലായിടത്തും ഇങ്ങനെ വലിയ കൂട്ടായിട്ട് നിൽക്കും. പക്ഷെ സക്സസ് നമുക്ക് അത് രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ സക്സസ്സിൽ മറ്റുള്ളവർ നമ്മളോട് അസൂയ കാണിക്കും. ഓപ്പോസിറ്റും ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് എങ്ങനെ? മറ്റൊരാൾ സക്സസ് ആയ ചെറിയ എന്തോ ഒരു, ഞാൻ എന്നാലും വല്ല എഴുതിയതാ, എന്നാലും എനിക്കായിരുന്നു ഈ മാസത്തെ കിട്ടണ്ടേ. പക്ഷെ അത് അവനല്ലേലും അങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ അതിനൊരു ന്യായം കണ്ടെത്തി നമ്മളെ തന്നെ കംഫോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളിലുണ്ടാവും. ഇറ്റ് ഈസ് ബോത്ത് വേസ്. ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, വി തിങ്ക് വർക്ക് ക്യാൻ ബ്രിങ് യു സാറ്റിസ്ഫാക്ഷൻ, ബട്ട് ഇറ്റ് ഡസൻ ബ്രിങ് സാറ്റിസ്ഫാക്ഷൻ. ജോലി സാറ്റിസ്ഫാക്ഷൻ അല്ല കൊണ്ടുവന്നത്, ഇനിയും അനേകരുടെ അസൂയയും ഇങ്ങനെയുള്ള സ്ട്രെസ്സാ കൊണ്ടുവരുന്നത്. ഇത് മാത്രമല്ല, അടുത്ത ഭാഗം നോക്കിക്കേ, 7 and 8 വായിക്കാമോ? 7 വാക്യം. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏകാഗിയായ ഒരുത്തനുണ്ട്, അവൻ ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല, എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു സുഖാനുഭവം ത്യജിക്കുന്നു. ഇതും മായയും വല്ലാത്ത കഷ്ടപ്പാടും. ഇവിടുത്തെ കാര്യം എന്താ അറിയോ? പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളെ പറ്റി ഓർത്തു. ആ മനുഷ്യൻ ആരാണ്? ഏകാഗിയാണെന്ന് പറഞ്ഞാൽ ഹീസ് എലോൺ, വേറെ ആരും കൂടെ ഇല്ല. കാരണം എന്താ? പുള്ളിക്കാരൻ എപ്പോഴും ബിസിയാ, ജോലിയിലാ, തിരക്കാ. ബിക്കോസ് ഓഫ് വർക്കിന്റെ ആ പ്രഷർ കൊണ്ട് സഹോദരനില്ല, ഭാര്യയില്ല, ആരും കൂടെ ഇല്ല. എന്ന് പറഞ്ഞാൽ വർക്ക് കൊണ്ടുവരുന്ന അടുത്ത കാര്യം എന്താ അറിയോ? ലോസ് ഓഫ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഇല്ലാതാക്കുക. എന്ത്? ജോലി. ഞാൻ പറഞ്ഞതിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തി കൂടുതലാണ്. കാരണം എന്താ? ഇപ്പം നമ്മുടെ ഇടയിൽ ഒരു ജോലിയുടെ രീതി ഉണ്ടല്ലോ, എന്തുവാ? വർക്ക് ഫ്രം ഹോം. അപ്പോൾ ജോലിക്ക് കൃത്യമായ സമയമൊന്നുമില്ല, എപ്പോഴും ജോലിയില്ല. വീട്ടിലും ജോലി, കഴിക്കുമ്പോഴും ജോലി, ബെഡ്റൂമിലും ജോലി, തിണ്ണയ്ക്കും ജോലി, എപ്പോഴും 20. ചിലരൊക്കെ പറഞ്ഞ് 24 മണിക്കൂറും ബ്രദറെ ഇറങ്ങാൻ പറ്റത്തില്ല, ഞങ്ങൾ അവിടെ കാണണം. ഒരു ഇത് വന്നാൽ ഞങ്ങളപ്പം അതേപോലത്തെ ജോലിയിലേക്കാ നമ്മൾ പിടിക്കുന്നത്. ആൻഡ് വാട്ട് ഡസ് ദാറ്റ് ബ്രിങ്? ബന്ധങ്ങൾ തകർക്കുക, ബന്ധങ്ങൾ നഷ്ടപ്പെടുക. അത് ഫാമിലിയുടെ കോൺടാക്ട് നിൽക്കുമ്പോൾ തന്നെ ചർച്ചിലും അത് തന്നെ. ചർച്ചിൽ നമുക്ക് പിന്നെ വരാൻ പറ്റത്തില്ല. എങ്ങനെ വരുന്നത്? നമ്മൾ ഡ്യൂട്ടിയിലല്ലേ. സൺഡേ സർവീസ് കഷ്ടിച്ച് വന്നാൽ യൂത്ത് ഇമ്പാക്റ്റ് ഒന്നും പിന്നെ അനങ്ങാൻ പറ്റത്തില്ല, തിരക്കല്ലേ, 24/7 ജോലിയാ. എങ്ങനെ സാധിക്കും? ബിസി ആയിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ എന്തോ ഉണ്ടാകുക? വർക്കുണ്ട്. ആർക്കു വേണ്ടിയാ? സാറ്റിസ്ഫാക്ഷൻ ഇതിൽ കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം ബന്ധങ്ങളില്ലാതായി. സഭാപ്രസംഗി പറയാ, ബന്ധങ്ങൾ തകർത്ത് കളയുന്ന ജോലിയും. ആൽബി സഹോദരൻ മാത്രമേ പറയുന്നുള്ളൂ, ആരും എന്നോട് യോജിച്ചില്ലേലും സഭാപ്രസംഗി നിങ്ങളൊന്ന് വായിച്ചാൽ മതി, എല്ലാത്തിനും ഉത്തരമുണ്ടാവും. 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് മുന്നോട്ട് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ദ ഫസ്റ്റ് തിങ് ഈസ് വിസ്ഡം ഈസ് വാനിറ്റി. സെക്കൻഡ് തിങ് വി ലുക്ക്ഡ് അറ്റ് വർക്ക് ഈസ് വാനിറ്റി. നമ്മൾ ശരിക്കും പഠിച്ച് ജോലി കിട്ടിയിട്ട് എന്തോ ചെയ്യണം? സമ്പത്ത്. തേർഡ് തിങ് ഈസ് വെൽത്ത്. വെൽത്ത് ഈസ് വാനിറ്റി. ധനം, പണം എന്തുവാണ്? മായ അത്ര. നോക്കിക്കേ, ചാപ്റ്റർ 2 വേഴ്സസ് 8 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം വായിച്ചാൽ മതി. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. ഞാൻ വെള്ളിയും പൊന്നും ഭണ്ഡാരവും സ്വരൂപിച്ചു. ഇതുവരെ ശ്രദ്ധിക്കാതിരുന്നവരൊക്കെ ചിലപ്പം കൈ പൊക്കി തുടങ്ങി തോന്നും. ഇത് അങ്ങനെ പറഞ്ഞതല്ല. ഇത് ഇത്രയും നേരം പ്രസംഗം എന്തുമായിരുന്നു? ഒരു വേറൊരു ദിശയിലേക്ക്. ഇപ്പൊ എന്തോ പറ്റി? ഇപ്പോഴാ എനിക്ക് റിസീവ് ചെയ്യാനുള്ളതൊന്നും ചിന്തിക്കല്ലേ. ദാറ്റ് ഈസ് നോട്ട് ദ പോയിന്റ്. മൊത്തം കേൾക്കണേ. ഈ ധനമെല്ലാം സ്വീകരിച്ച സഭാപ്രസംഗം അതിനൊരു കൺക്ലൂഷൻ പറയാ. അത് എഴുതിയിരിക്കുന്നത് 11-ാം വാക്യം നോക്കാം.
ഞാൻ എൻ്റെ കൈകളുടെ സകല ആ പ്രവൃത്തികളെയും എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ പ്രവർത്തികളാ. ധനം പൊന്നും പണവും എല്ലാം താൻ സമ്പാദിച്ച് സ്വരൂപിച്ച് കൂട്ടി ഈ കൈയുടെ പ്രവൃത്തിയെ പറ്റി അനലൈസ് ചെയ്തിട്ട് പറയാം. അതെന്തുവാ? വായിച്ചോ. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ആ ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി ആ എല്ലാം മായയും ആ വൃഥാ പ്രയത്നവും. ഇതെല്ലാം എന്തുവാ എന്ന് പറഞ്ഞ വെൽത്ത് ഈസ് വാനിറ്റി. ധനം എന്തുവാ? മായയത്രേ. ധനം മായയത്രേ എന്ന് പറയുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈ സഭാപ്രസംഗി തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ധനം കൊണ്ട് ചെയ്തത് എഴുതിയിട്ടുണ്ട്. എന്തുവാ താൻ ചെയ്തേ? ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? 2-ന്റെ 1-ാം വാക്യം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ആ വരിക, ആ ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് ആ പരീക്ഷിക്കും. 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞ സ്പെൻഡിങ് മണി ഇൻ പ്ലഷർ. അത് ഇന്നത്തെ കാലത്തുണ്ടോ? ആ പാർട്ടിയാ. ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഫ്രണ്ടിന്റെ, അതിന് പോണം. എന്റർടൈൻമെന്റ് സിസ്റ്റം, ഇന്നത്തെ എന്റർടൈൻമെന്റ് ലോകം. അല്ലെങ്കിൽ സമ്പത്ത് മുടക്കി യാത്രകൾ ചെയ്യുക, സമ്പത്ത് കൊണ്ട് താൻ തന്നെ എന്ത് ചെയ്യുക? കണ്ടെത്തുന്ന പല കാര്യങ്ങളിൽ ഏർപ്പെട്ടു. ഇറ്റ് യൂഷ്വലി ടോക്സ് അബൌട്ട്, നമ്മുടെ ഇതിൽ പറഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങൾ നമ്മൾ പൈസ മുടക്കുക. അത് 1 തിങ്. 2-ാമത്തെ കാര്യം നോക്കിക്കേ, 4-ാം വാക്യം. എനിക്ക് അരമനകളെ പണിതു. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിരിക്കുന്നത് ഞാൻ മഹാപ്രവർത്തികളെ ചെയ്തു. അടുത്ത ഭാഗം എനിക്ക് അരമനകളെ അയ്യോ അരമന പണിതല്ല, അരമനകളെ. ഞാന് ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരുടെ ഉള്ളിലും അങ്ങനെ ആഗ്രഹം കാണും. എന്തുവാ? പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് എന്തോ ചെയ്യണം? ഒരു വീട് വെക്കണം. എന്തിനാ? എൻ്റെ പപ്പയും അമ്മയും അവിടെ താമസിക്കണം. അവർ ഇത്രയും നാള്. എന്നോട് കഴിഞ്ഞ ദിവസം റീസെന്റ് ഞാനൊരു മീറ്റിംഗ് കൂടിയപ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു. അത് ആത്മാർത്ഥതയോടെ അവർ പറഞ്ഞതാ, ഞാൻ അവരെ കളിയാക്കി പറയല്ല. എല്ലാ യൗവനക്കാരൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്തുവാ? കഷ്ടപ്പെട്ട് എന്തോ ചെയ്യണം? ഒന്നും ഇല്ലെങ്കിൽ ആ ഇരിക്കുന്ന വീട് എന്തോ ചെയ്യണം? ഒന്നുകൂടെ ഒന്ന് പുതുക്കുകയും ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കുറച്ചിൽ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പറയാ അരമനയല്ല, ഹൗസസ്. ഇനിയിപ്പം ആ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം. എന്താ അറിയോ? ആ കാലഘട്ടത്തിൽ അവിടെ ആർക്കും വീടൊന്നും ഇല്ല. ഏത് കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്? വർഷങ്ങൾ പറയലത്തെ കാര്യ. അന്ന് ടെന്റൊക്കെ അടിച്ച ആൾക്കാർ താമസിക്കുന്ന സ്ഥിരമായ വാസവും പെർമനന്റ് റെസിഡൻസ് ആൾക്കാർക്ക് ഇല്ലാത്തൊരു സമയത്ത് ഇവിടെ ഒരു വ്യക്തി സഭാപ്രസംഗം എന്ന് പറഞ്ഞ ശലോമോനാകട്ടെ അരമനകൾ പണിതു. അരമനകൾ പണിയ മാത്രമല്ല, അടുത്ത ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ? മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. അത് ആഡംബരത്തെ കാണിക്കാൻ വേണ്ടിയാ. ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞ വീടിന്റെ മുറ്റത്തെ ഗാർഡനായിട്ടൊക്കെ കൂട്ടിക്കോ. എവിടുന്നാ? അങ്ങ് കാസർഗോഡ് അപ്പുറത്തുനിന്നാ ഈ കൊണ്ടുവന്നേ. അല്ല, വിദേശത്ത് നിന്ന് ഇറക്കിയ ഒരു ഐറ്റം. ഇതിവിടെ മാത്രം എങ്ങും കിട്ടാത്തൊരു സംഭവം. ഇതിന് നമ്മൾ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ വെച്ചേക്കുവാ. യോ മായയാണെന്ന് ജസ്റ്റ് ഇമാജിൻ. നാം നമ്മളോട് തന്നെ പറ, ലുക്ക് അറ്റ് ഹിം. മുന്തിരിത്തോട്ടങ്ങൾ പണിതവൻ പറയാ ഇത് മായയാണ്, ഇത് വെറുതെ സമയം കളയുന്നതാ, ഇത് വെറുതെ ധനം ചെലവാക്കുന്നതാ. ഇറ്റ് ഈസ് വേസ്റ്റിംഗ് ഓഫ് യുവർ റിസോഴ്സ്. താഴോട്ട് വായിക്കുമ്പം പല കാര്യങ്ങളുണ്ട്, ബാക്കി വായിക്കേണ്ട, ഞാൻ പറയാം. അടിമകളെ താൻ വാങ്ങിച്ചു, വാട്ടർ റിസർവോയർസ് പണിതു. ചുരുക്കി പറഞ്ഞ ഹി ഈസ് ഡാം റിച്ച്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിലപ്പുറത്ത് ധനമുള്ള വ്യക്തി പറയുന്നു ധനം മായയത്രേ. ഇനി നിങ്ങൾ സഭാപ്രസംഗിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ധനം മായ? ഉത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കം ടു ചാപ്റ്റർ 5, 5-ാം അധ്യായത്തിലേക്ക് വളരെ പെട്ടെന്ന് വരണം. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം മുതൽ വായിക്കാമോ? 5:10. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. ഒന്നാമത്തെ കാരണം എഴുതിക്കോണേ. വെൽത്ത് ഈസ് വാനിറ്റി ബിക്കോസ് വെൽത്ത് ക്യാൻ നെവർ സാറ്റിസ്ഫൈ യു. പണത്തിന് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തേയില്ല. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇത്രയും സമ്പാദിച്ച് ഞാൻ ഇനി ജോലി റിസൈൻ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതല്ല, ജോലിക്ക് ബോസ് വിളിച്ചിട്ട് നിങ്ങളോട് പറയാ, ബ്രദർ യു ഡിഡ് റിയലി വെൽ ലാസ്റ്റ് മന്ത്, സോ വി ആർ ഗോയിങ് ടു ഗിവ് യു ആൻ ഇൻക്രിമെന്റ് തരാൻ പോവാ. അപ്പൊ നമ്മൾ പറയാം, അയ്യോ വേണ്ടായിരുന്നു, ഇപ്പൊ ഉള്ളത് തന്നെ എവിടാ. വി ആർ നെവർ ഗോയിങ് ടു ബി സാറ്റിസ്ഫൈഡ്. കുറച്ചും കൂടി ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് സമ്പത്ത് എന്താ? മായയാ. ഇറ്റ് ഈസ് വാനിറ്റി. പ്രയോജനമില്ല. ഇറ്റ് ക്യാൻ നെവർ സാറ്റിസ്ഫൈ യു. ദാറ്റ് ഈസ് വൺ തിങ്. ലുക്ക് അറ്റ് അതിന്റെ 11-ാം വാക്യം വായിച്ചോ. ലെഫ്റ്റിന് താഴത്തെ വാക്യം. വസ്തുവക പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. വസ്തുക്കൾ പെരുകുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ
കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ പൈസ കൊടുക്കണം, ഇല്ലേ? ഒരു ജോലി കിട്ടി, നല്ലൊരു ജോലി കിട്ടി, ഒരു മാസം കഴിഞ്ഞു, ശമ്പളം കിട്ടിയ സമയമാകുമ്പോൾ നമ്മളെ ഓർക്കാതിരുന്ന പല ഫ്രണ്ട്സും നമ്മളെ ഓർക്കും. ബ്രദർ, ഞാൻ ഇന്ന് നിന്നെ പറ്റി ഓർത്തേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ക്യാൻ യു ജസ്റ്റ് ലെൻഡ് മീ സം മണി? പൈസ ഇല്ലാതെ ഇവിടെ ഒരു ഗതിയില്ലാതെ നിന്നപ്പോൾ ആരെങ്കിലും ഓർത്തോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ആസ് മണി ഇൻക്രീസസ്, പൈസ നമുക്ക് ധനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യണം? കുറെ പേർക്ക് കൊടുക്കേണ്ടി വരും. ഉപജീവിക്കുന്ന പറഞ്ഞാൽ കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എടുത്തോ, വി വിൽ ഹാവ് ടു ഗീവ് ടു മോർ പീപ്പിൾ. മേ ബി നമ്മളോട് റിലേറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അവ പറഞ്ഞത് എന്താ? നിങ്ങൾ ഇതുകൊണ്ട് എന്തോ കിട്ടത്തില്ല, യു ആർ നോട്ട് ഗോയിങ് ടു ബി സാറ്റിസ്ഫൈഡ്. ഇതും മായയാണ്. അടുത്ത വാക്യം 12. വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. അടുത്തതാണ് പ്രധാന പ്രശ്നം. എന്തോ ഇല്ല, ഉറക്കം പോകുന്നു. വെൽത്ത് ഉണ്ടെങ്കിൽ, സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ആ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞ കണ്ടോ, അല്പമേ ഉള്ളവന് സുഖമായിട്ട് ഉറങ്ങാൻ, സമ്പത്തുള്ളവന് ഉറങ്ങാൻ പറ്റത്തില്ല. എന്തോ ചെയ്യും ഞാൻ ഈ പൈസ കൊണ്ട്? എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഈ എങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് കയറിയോ ഇറങ്ങിയോ താന്നോ പൊങ്ങിയോ എന്തൊക്കെ വിഷയങ്ങളാണെന്നറിയോ? ഇതൊന്നും ഇല്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല, സുഖമായിട്ട് ഉറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം. നെക്സ്റ്റ് ലുക്ക് അറ്റ് വേഴ്സ് 13. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്, ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായി എന്ന് പറഞ്ഞാല് ഗ്രീഡിനെസ് കൂടും. എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൂടുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ അത് കളക്ട് ചെയ്ത് ഉടമസ്ഥൻ തനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് വില്ലിംഗ് ടു ഗീവ്, നമുക്ക് വേണ്ടി തന്നെ വെക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാണ്. ദ തിങ് ഈസ്, വാട്ട് ഹി സേയിങ് ഈസ്, വെൽത്ത് എന്തുവാ? മായയാണ്. ധനം എന്തുവാ? മായയാണ്. കാരണം എന്താ? പല കാരണങ്ങൾ നമ്മൾ നോക്കി. തൃപ്തി കൊണ്ടുവരത്തില്ല, ഉപജീവിക്കുന്നവരധികമാകും, ടെൻഷൻ വർദ്ധിക്കും, ഗ്രീഡിനെസ് നമ്മളിൽ വർദ്ധിക്കും. അതുകൊണ്ട് സഭാപ്രസംഗി പറയാ, സമ്പത്ത് എന്താ? മായയാത്രേ, സമ്പത്ത് മായയാത്രേ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ഇനിയാണ് പ്രസംഗത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയാണ് പിന്നെ ഞങ്ങള് വാട്ട് ഷുഡ് വി ലീവ്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? ഞാൻ ഇതുവരെ ഓർത്തിരുന്നത് പഠിച്ച് ഒരു ജോലി കിട്ടി, ഒരു രാജ്യത്ത് ചെന്ന്, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് തന്നെ ഒന്ന് സെറ്റിലാകണം, എല്ലാം ഒന്ന് ക്രമീകരിക്കണം, എല്ലാ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ മേലെ, ഞാനതൊന്നും എല്ലാം ക്രമീകരിക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ യു മേ വണ്ടർ വാട്ട് ആർ വി സപ്പോസ് ടു ഡു? എന്തോ ചെയ്യുന്നേ? ഈ പുസ്തകത്തിൽ നമ്മൾ ഈ വായിച്ച ഭാഗങ്ങളിലെല്ലാം, ഈ വായിച്ച വാക്യങ്ങളിലെല്ലാം ആവർത്തിച്ച് വന്ന വാക്ക് ഏതാ? മായ, മായ. അതിനോടൊപ്പം ആവർത്തിച്ച് വന്ന മറ്റൊരു വാക്കുണ്ട്. എന്തുവാ? വായിച്ച മോൾക്ക് ഓർമ്മയുണ്ടോ? വൃഥാ പ്രയത്നിക്കുന്ന. അതിന്റെ മുമ്പിലത്തെ ഒരു വാക്കുണ്ട്, നോക്കിക്കോ. 1:13 വായിക്കാം. അവിടെ വി ക്യാൻ സീ ദാറ്റ്. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും. 1:3 നോക്കിക്കേ. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്തോ അവിടെ ആവർത്തിച്ച് വരുന്ന വാക്ക്? പ്രയത്നമുണ്ട്, പക്ഷെങ്കിൽ സൂര്യന്റെ, ആകാശത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനം, പഠനം, ഇതെല്ലാം എവിടാ? സൂര്യന്റെ. ജോലി ഇതെവിടാ? സൂര്യന്റെ. വെൽത്ത് ഇതെവിടാ? സൂര്യന്റെ. സൂര്യന്റെ കീഴിൽ മാത്രമുള്ള പഠനവും സൂര്യന്റെ കീഴിൽ മാത്രമുള്ള ജോലിയും എന്താണ്? മായയാണ്. മായയാണ് എന്ന് പറഞ്ഞാൽ വാട്ട് ബി സപ്പോസ് ടു ഡു? ഒരു വാക്യം കൂടെ വായിക്കാമോ? 3:11 കൂടെ വായിക്കാമോ? അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് we have to live in view of that eternity. നിത്യതയുടെ വെളിച്ചത്തിൽ വേണം ജീവിക്കാൻ. To be more clear, നമ്മളുടെ പഠനം, നമ്മളുടെ ജോലി, നമ്മളുടെ സമ്പത്ത് ഇതെല്ലാം സൂര്യന്റെ കീഴിൽ, അതായത് ഭൂമി കൊണ്ട് തീരാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇറ്റ് വിൽ ബി മായ, വേസ്റ്റ്. ഇറ്റ് വിൽ ബി വേസ്റ്റ്. പക്ഷെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന നിത്യതയുടെ വെളിച്ചത്തിൽ വേണം ഈ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കാൻ. ഗോട്ട് മൈ പോയിന്റ്? ഇല്ല, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇതിന്റെ 2 ഓപ്പോസിറ്റ് ആണ്. ഒന്ന് സൂര്യന്റെ കീഴിലുള്ള ജോലി, പഠനം, ധനം. സൂര്യന്റെ കീഴിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഭൂമി കൊണ്ട്, മരണം കൊണ്ട് തീരുന്നത് മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ
ഇറ്റ് ഈസ് മായയാണ്, വാനിറ്റിയാണ്. അതിനപ്പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മൾ ഇതിനെ ക്രമീകരിക്കണം. ഞാനൊരു 5 മിനിറ്റ് കൂടെ മുന്നോട്ട് എടുക്കുക, സോ ദാറ്റ് ഐ ക്യാൻ കൺക്ലൂഡ് മൈ മെസ്സേജ്. എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്താ? ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്തുവാ മായ എന്ന് നമ്മൾ പറഞ്ഞേ? വിസ്ഡം ഈസ് വാനിറ്റി. ഏത് വിസ്ഡമാണെന്നും ഇപ്പൊ പറഞ്ഞുള്ള ബന്ധത്തിൽ ആകാശത്തിന്റെ കീഴെ സൂര്യന് കീഴിലുള്ളത് വാനിറ്റിയാണ്, മായയാണ്. പക്ഷെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ഡിവൈൻ വിസ്ഡമാണ് ആവശ്യമുള്ളത്. വാട്ട് ഡു വി നീഡ്? ഡിവൈൻ വിസ്ഡം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ പഠനവും ജ്ഞാനവും ദൈവിക ജ്ഞാനം ഇല്ലെങ്കിൽ അത് മായയാണ്. അത് മായയാണ്. അത് വേസ്റ്റ് ഓഫ് യുവർ ടൈം ആണ്. അത് വെറുതെ കാറ്റിനെ പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. എന്തുവാ ദൈവിക ജ്ഞാനം? ഒരു വാക്യം വായിക്കണമേ. 1 Corinthians chapter 1 verse 30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും യേശുവിനെ പറ്റി പറയാ, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും Jesus became the wisdom of God for us. You got my point? ലോകത്തിൽ പല ജ്ഞാനം, പല പഠനം നടത്താം, പക്ഷെങ്കിൽ ഈ ഡിവൈൻ വിസ്ഡം മനസ്സിലാക്കിയോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതാണ് ഇന്നത്തെ ചോദ്യം. എന്തുവാ ഡിവൈൻ വിസ്ഡം? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. അടുത്ത ഭാഗത്ത് പറയുന്നത് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണം. എന്തുവാ നീതി എന്ന് പറയുന്നത്? യേശു നമുക്ക് നീതിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? പ്രകൃതി കൊണ്ടും പ്രവൃത്തി കൊണ്ടും പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ദൈവം നീതിയാക്കി. എങ്ങനെ? അവന്റെ പുത്രനിൽ. അത് മനസ്സിലായോ? ഡിഡ് യു നോ വാട്ട് ജീസസ് ഡിഡ് ഫോർ യു? യേശുവിൽ വെളിപ്പെട്ട ജ്ഞാനം മനസ്സിലായോ? ഇവിടെ വലിയ പഠനം നടത്താം, ഇവിടെ വലിയ ഖേമന്മാരാകാം, വലിയ ജോലി നേടാം, പക്ഷെങ്കിൽ യേശു ചെയ്തത് മനസ്സിലായോ? യേശു എങ്ങനെ ദൈവത്തിന്റെ നീതി നമുക്ക് ദാനം ചെയ്തത് മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ടുഡേ. നമ്മൾ മുന്നേ ചിന്തിച്ചത് എന്നാ? ലോകത്തിന്റെ ജ്ഞാനം എവിടെ തീരും? ജ്ഞാനമുള്ളവനും പഠിത്തമുള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ മരണം കൊണ്ട് തീരും. പക്ഷെ ഈ ജ്ഞാനം യേശുവിനെ വിശ്വസിച്ച് യേശുവിൽ ആശ്രയം അർപ്പിച്ചവർ മരണത്തിന്റെ അപ്പുറത്ത് നിത്യത വരെ നിലനിൽക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. അത് മനസ്സിലായോ? അത് മനസ്സിലായോ? ഇവിടെ എന്നെ കേൾക്കുന്ന യൗവനക്കാർക്ക് അത് മനസ്സിലായോ? ഡു യു നോ വാട്ട് ജീസസ് ഡിഡ് ഫോർ യു? യേശു നിനക്ക് വേണ്ടി എന്താ ചെയ്യുന്നറിയോ? അറിയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഗോസ്പൽ? സുവിശേഷം മനസ്സിലായോ? നോ ദാറ്റ്. നിത്യമായ നരകത്തിൽ തീരണ്ട നമ്മളെ സ്വന്തം പുത്രനെ പരസ്യമായി നിർത്തിക്കൊണ്ട് ലോകം പോഷത്വമെന്നെണ്ണിയതിനെ ജ്ഞാനമാക്കിക്കൊണ്ട് കാൽവരിയിൽ പ്രദർശിപ്പിച്ച ദൈവിക ജ്ഞാനത്തെ തിരിച്ചറിഞ്ഞോ? ഇഫ് നോട്ട്, ഡെത്ത് ഇസ് ആൻ എൻഡ്. മനസ്സിലായില്ലെങ്കിൽ മരണം കൊണ്ടെല്ലാം തീരും. മരണം വരുമ്പോ PhD സർട്ടിഫിക്കറ്റ് അവിടെ വില പോകത്തില്ല. അതൊക്കെ പുഴുവഴിച്ച് ഇവിടെ തീരും. പക്ഷെ ഇതിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്ന യേശുവിൽ ആശ്രയമുള്ളവർ, യേശുവിന്റെ സുവിശേഷത്തിൽ ദൈവിക ജ്ഞാനത്തിൽ ആശ്രയം വെച്ചവർ ഇതിന്റെ അപ്പുറത്തെ മരണത്തെ തോൽപ്പിച്ച് അവൻ വെളിപ്പെടുന്ന നാളിൽ ഉയർക്കുമെന്നുള്ള പ്രത്യാശ ഇവിടെയുള്ള യൗവനക്കാരിൽ തീ പോലെ കത്തട്ടെ. അല്ലെങ്കിൽ ഇത് വെറുതെയാ. അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന പരിപാടിയൊക്കെ ചുമ്മാതെ തീരത്തേ ഉള്ളൂ. ഇവിടെ അയ്യോ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം, എന്നോട് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പിറന്നവർക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നല്ലതാ, നല്ലവണ്ണം പഠിക്കണം, നല്ല സ്കോർ വേണം. പക്ഷെങ്കിൽ ഇതുകൂടെ മനസ്സിലാക്കണം. അതിൽ കാര്യമില്ല, അല്ലെങ്കിൽ കാര്യമില്ല. സമയം അവസാനിച്ചെങ്കിലും 2 കാര്യങ്ങളൂടെ ഉണ്ട്. അടുത്ത കാര്യം എന്താ? വർക്ക്. അടുത്ത കാര്യം എന്താ? വെൽത്ത്. ഒരു 5 മിനിറ്റ് കൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. വർക്കിനോടുള്ള ബന്ധത്തിൽ ഞാൻ 2 രീതിയിലുള്ള വർക്ക് പറഞ്ഞു. ഭൂമിയിലെ താഴെയുള്ള ജോലി, ഇവിടെ എത്ര കൂടിയ ജോലി എടുത്താലും അത് മായയാണ്. പക്ഷേ നിലനിൽക്കുന്ന ഒരു വർക്കുണ്ട്. അതെന്തുവാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുക. ലുക്ക് അറ്റ് 1 Corinthians chapter 15 verses 58. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ. ഇത്രയും നേരം സഭാപ്രസംഗം പറഞ്ഞ എന്തുവാ? വ്യർത്ഥമാണ്, വൃഥാ പ്രയത്നമാണെന്നാ. ഇവിടെ പറയാ ഇതെന്തോ അല്ല, വ്യർത്ഥമല്ല. അടുത്ത ഭാഗത്ത് പറഞ്ഞ ഇത് ഏതിനെ പറ്റിയാ പറഞ്ഞ? കർത്താവിന്റെ വേലയെ പറ്റിയാ. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കീഴിൽ എന്ത് വേലയാ, എന്ത് ജോലിയാ നിങ്ങൾ ചെയ്യുന്നത് കാര്യമല്ല.
ഹൗ വിൽ യു യൂസ് ദാറ്റ് വർക്ക് ഫോർ ദ ലോർഡ്? ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഭൂമിയിലെ ജോലി കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടും? അതാണ് ചോദ്യം. ദൈവം എന്നെ അനുഗ്രഹിച്ച് ഇന്ന ജോലി തന്നു എന്ന് പറയുന്നത് നല്ലതാ. പക്ഷെ ആ ജോലി സ്ഥലത്ത് ആ മുതലാളിയെ പറ്റിച്ച് വേണ്ടാത്ത തട്ടിപ്പ് നടത്തി പൈസയും മോട്ടിച്ച് അപമാനമായി ദൈവനാമത്തിന് തീരുന്നതല്ല. ദൈവമാക്കിയിരിക്കുന്നിടത്ത് സുവിശേഷത്തിന്റെ സാക്ഷ്യമായി, അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരേപോലെ ജോലി സ്ഥലത്ത് നിൽക്കുന്നതിൽ കൂടെ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാം. യുവർ വർക്ക് പ്ലേസ് ഈസ് യുവർ മിഷൻ ഫീൽഡ്. എന്നെ ഇന്ന് കേൾക്കുന്നവരിൽ പലർക്കും ജോലി ആയിട്ടില്ല, പഠനത്തിന്റെ പല ഘട്ടങ്ങളിലായിരിക്കാം. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ല ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ ആക്കട്ടെ. പക്ഷെങ്കിൽ അവിടെ വിൽ യു സ്റ്റാൻഡ് ആസ് എ ടെസ്റ്റിമണി ഓഫ് ഗോഡ്സ് ഗ്രേസ്? ദൈവകൃപയുടെ സാക്ഷ്യമായിട്ട് നിൽക്കുമോ? അതാണ് കാര്യം. അതേ നിൽക്കത്തുള്ളൂ, അതേ കാണത്തുള്ളൂ, ബാക്കി അതേ കാണത്തുള്ളൂ. അതോടൊപ്പം ഞാൻ പറയട്ടെ, ഈ കൂട്ടത്തിൽ തന്നെ ദൈവം ചിലരെ ഇവിടുത്തെ ജോലിക്ക് വേണ്ടി, ജോലിയെ വേണ്ടെന്ന് വിളിക്കും. അതിന് തയ്യാറാണോ? ദൈവം ഹൃദയത്തിൽ കൺവിക്ഷൻ നൽകുമ്പോ ഇവിടുത്തെ ഭൂമിയുടെ കീഴിലെ, സൂര്യന്റെ കീഴിലെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണമായി ഇറങ്ങാൻ തയ്യാറാണോ? അയ്യോ, തിരിഞ്ഞ് മാതാപിതാക്കളെ നോക്കണ്ട. നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം ഇടപെടുന്നെങ്കിൽ ദിസ് ഈസ് യുവർ കോൾ. ഒരു മിഷണറി പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്, നമുക്കറിയാവുന്ന ഒരു കൊട്ടേഷനാ. only one life and it will soon pass. only what you did for the Lord will last. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം പെട്ടെന്ന് തീരും. പക്ഷെ നിലനിൽക്കുന്നത് എന്താ? ക്രിസ്തുവിന് വേണ്ടി ഈ ആയുസ്സിൽ ചെയ്തത് നിലനിൽക്കും, ബാക്കിയെല്ലാം തീരും. One more thing and I close. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് എന്താ? വെൽത്ത്. ഭൂമിയുടെ കീഴിൽ, സൂര്യന് കീഴിലുള്ളതെല്ലാം തീരും. അതിന് ഒരു വാക്യം വായിച്ച അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. We will read that verse and we will close. Look at Matthew chapter 6 verse 19. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം. ഇവിടെ രണ്ട് ധനത്തെ പറ്റി ഒരേപോലെ യേശു പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ധനം എന്തോ സംഭവിക്കും? പുഴുവും തുരുമ്പും കെടുക്കും, കള്ളന്മാർ മോഷ്ടിക്കും. 20-ാം വാക്യം നോക്കിക്കേ. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുക. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണം. എങ്ങനെയാ സ്വർഗത്തിൽ സ്വരൂപിക്കുന്നേ? മുമ്പേ നമ്മൾ കണ്ട ഉടമസ്ഥൻ എങ്ങനെയാ? സ്വന്തമായിട്ട് ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്നവനായിരുന്നു. ഇവിടെ പറയാ എന്തോ ചെയ്യണം? ഇൻവെസ്റ്റ് ഇറ്റ്. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ധനത്തെ ഉപയോഗിക്കുക. നമ്മൾ ഈ ദിവസങ്ങൾ ആവർത്തിച്ച് കേട്ടൊരു ഭാഗമുണ്ട്. ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു. യേശു എന്തോ പറഞ്ഞേ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക. അടുത്ത ഭാഗം എന്തുവാ? എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ ട്രഷേഴ്സ് ഉണ്ടാവും. ആ വാക്യം. then you will have treasures in heaven. കേൾക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ നല്ല പൊസിഷനുകളിലാക്കി സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ ദൈവം തരുമ്പോൾ വിശ്വസ്ത സ്റ്റ്യൂവേർഡ്സ് ആയിട്ട്, ഇത് ദൈവം തന്നതാണ്, ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ചെലവഴിക്കാൻ നിങ്ങൾ സമർപ്പണമുള്ളവരായി തീരണം. ഇവിടെ പറയും പൈസ കൊണ്ട് പല കാര്യങ്ങൾ, പ്ലഷേഴ്സ് നേടാൻ വേണ്ടി ഒക്കെ പറയും. പക്ഷെ അതല്ല, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. സമയം ഇച്ചിരി മുന്നോട്ട് പോയെന്നറിയാം. ബട്ട് സ്റ്റിൽ ക്യാൻ വി ജസ്റ്റ് ക്ലോസ് അവർ ഐസ്? നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? വി വിൽ ജസ്റ്റ് മെഡിറ്റേറ്റ് അപ്പോൺ വാട്ട് വി ഹേർഡ്. നമ്മൾ കേട്ട ഒന്നും കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് ഇത് കടന്നു വരട്ടെ. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം, ഇത് ഒരു ആണിയൊക്കെ എടുത്ത് ആഴത്തിൽ അടിച്ച് നമ്മൾ ഇറക്കുന്നത് പോലെ ലെറ്റ് ദിസ് മെസ്സേജ് ഡ്രിൽ ഇൻ ടു യുവർ ഹാർട്ട്സ്. ഇത് ഇവിടെ തീരുന്നതല്ല, ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് തന്നെ ഈ സന്ദേശം അതിനൊരു കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഈ സന്ദേശം നിങ്ങൾ ഇന്ന് സ്വീകരിക്കുമ്പോൾ എന്താ പറ്റുന്നറിയോ? നിങ്ങളുടെ സ്നേഹിതർ നിങ്ങൾ നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് എന്താ വട്ടായോ? പക്ഷേ ദൈവസന്നിധിയിൽ വിലപ്പെട്ടത് തിരഞ്ഞെടുക്കുവാൻ നാം തയ്യാറാകണം. ഒരു അറിയാവുന്ന ഒരു പാട്ടിന്റെ വരികളുണ്ട്. ആ പാട്ട് സാധാരണ പാടുന്നത് ഫ്യൂണറലിനാണ്. പക്ഷെ അത് നമ്മൾ ഇന്ന് പാടാൻ പാടുമ്പോൾ അതിന്റെ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ വരികൾ ഇന്ന് ഞാൻ പറഞ്ഞ സന്ദേശത്തെ ഒരു സമ്മറി പോലെ നിങ്ങളോട് സംസാരിക്കും. ഏതാണെന്നറിയോ? മൺമയാമാം ഈ ഉലകിൽ കാൺമതെല്ലാം മായ,
വൻ മഹിമ, ധനസുഖങ്ങൾ എല്ലാം വലിയ ധനത്തിനു വേണ്ടിയുള്ള ഓട്ടമെല്ലാം മായയാണ്. അത് മരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലതാ. പക്ഷെ ഈ യൗവന ചെറുപ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റിയാൽ യു ആർ ദ ബ്ലെസ്ഡ് മാൻ. നിനക്കാണ് ഭാഗ്യം കിട്ടിയത്. ഈ പ്രായത്തിൽ മനസ്സിലാക്കിയാൽ യു ആർ ബ്ലെസ്ഡ്. മണ്ണിൽ നമ്മൾ ജീവിതം പുല്ലിനെ പോലെ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ. അതിന്റെ അവസാനത്തെ സ്റ്റാൻസയിൽ ഒരു പ്രത്യാശയുണ്ട്. എന്താ അറിയോ? ദൈവമക്കൾ നമുക്ക് സ്വർഗം, ആ സ്വന്തം ദേശം, കേവലം ഈ പാരിടം വെറും പരദേശം. ആ പ്രത്യാശ നമ്മൾ ഏറ്റെടുത്ത് ഈ ചെറുപ്രായത്തിൽ തന്നെ അത് മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിക്കുന്നവർ ഈ പാട്ടിന്റെ വരികൾ പാടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. ലോർഡ്, നീ എന്നെ എവിടെ ആക്കിയാലും, ഈ ലോകത്തിൽ എത്ര ഉന്നതമായ ജോലി എനിക്ക് തന്നാലും, ഐ വിൽ ബി ഫെയ്ത്ത്ഫുൾ ഫോർ യു. എനിക്ക് നൽകുന്ന ധനത്തിൽ ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കാം. അതിലൊക്കെ ഉപരിയായി കാൽവരയിൽ എനിക്ക് വേണ്ടി യാഗമായ സുവിശേഷം, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയണം. ഈ ലോകത്തിലുള്ളതെല്ലാം ചവറെണ്ണി യേശുവിനെ അറിയണമെന്നുള്ള ഒരു ലൈഫ് ലോങ് അംബിഷൻ നമുക്കുണ്ടാകട്ടെ.